ഗൈസ് ഇപ്പത്തെ കാലാവസ്ഥ തന്നെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല മഴയാണ്, കൂടാതെ നല്ല തണുപ്പും ഉണ്ടാവല്ലോ. അപ്പൊ ആ തണുപ്പ് പോരായിട്ട് നമ്മൾ ഇന്ന് സ്നോ ഫാന്റസിയിൽ കയറാൻ പോവാ. ഇതിന്റെ മുമ്പേ ഉള്ള ചൂടുള്ള സമയത്ത് വരെ കയറാതെ നമ്മളിപ്പോ നല്ല മയത്താണ് വന്ന് കയറുന്നത്. ഇവിടെ പിന്നെ ഹൈറ്റ് അനുസരിച്ചിട്ടാണ് ടിക്കറ്റ് ഒക്കെ നോക്കുന്നത്, അല്ലാതെ ഏജ് അനുസരിച്ചിട്ട്. അങ്ങനെ കയറിയപ്പോ തന്നെ നമുക്കൊരു ബ്ലാക്ക് കവർ കിട്ടി. അതിൽ നമ്മളെ ചെരുപ്പൊക്കെ ഇട്ടിട്ട് ഓല് നമുക്ക് ഇവിടുന്ന് ബൂട്ട്സും ബാക്കി ഇടാനുള്ള സാധനങ്ങളൊക്കെ തരും. പിന്നെ ഓൽക്ക് ബുദ്ധി ഉണ്ടായതുകൊണ്ട് ഓല് കയറാൻ നിന്നില്ല ഈ തണുപ്പത്ത്. പിന്നെ നമ്മളെപ്പുറം നമ്മളെ കുടുബേബിനെയും കയറ്റിണ്ട്. ഓളം മാറ്റിക്കാനാണെങ്കിലോ ഏറ്റവും വലിയ ടാസ്ക് ആണ്. ഒരു ഷൂട്ട് കൊടുക്കുമ്പോ മറ്റേ ഷൂ അഴിഞ്ഞു വീഴും. അങ്ങനെ എല്ലാരും കൂടി പിടിച്ചു വെച്ചിട്ട് ഓൾ എങ്ങനെയൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. ഓള് നടക്കണമൊക്കെ ഗൈസ് പെൻഗ്വിന് നടക്കണ പോലെ ഉണ്ട്. കേറിയപ്പോ തന്നെ ആണെങ്കിലോ എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും സ്നോ വാരി എറിയുന്നു. പിന്നെ നമ്മള് കുടുബേബിനെ നിലത്തിറക്കി നോക്കി. പക്ഷെ ഓക്ക് എന്താ സംഭവം മനസ്സിലാവാത്തോണ്ട് തന്നെ ഓള് കുറച്ച് പേടിച്ച് പിന്നെ ഓളെ എടുക്കേണ്ടി വന്ന്. പിന്നെ ബാക്കിയുള്ള എല്ലാരും നല്ല കളിയാണ്, ഓരോരുത്തരും ഓരോ സ്ഥലത്ത്. പിന്നെ നമ്മളെല്ലാരും ഓരോരോ സ്ഥലത്ത് നിന്ന് ഓരോ സ്ഥലങ്ങൾ ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്യും. അവിടെ ഉള്ള എല്ലാരും പിന്നെ റെഡ് ജാക്കറ്റ് ആയതുകൊണ്ട് തന്നെ നമ്മളെ ആൾക്കാർ തന്നെ മനസ്സിലാക്കാൻ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. ഇത് കണ്ടില്ലേ ഇവരെങ്ങനെ വീണത് തന്നെ എനിക്ക് മനസ്സിലാവില്ല. നമ്മൾ പിന്നെ താഴത്ത് പോയൊക്കെ കുടുബേബിനെ സ്നോയിലിറക്കി. ഓള് സംഭവം ആ സ്നോ വാരി തിന്നാൻ നോക്കാം, പക്ഷെ ഗ്ലൗസ് ഉണ്ടായോണ്ട് ഓക്ക് കിട്ടില്ല. പക്ഷെ അതിന്റെ ഇടയിൽ ഓള് കുറച്ച് തിന്നിക്കണ്. പിന്നെ ഈ സാധനത്തിൽ ഇരുന്നിട്ട് കറങ്ങിയതാണ് എല്ലാരും തലയും കറങ്ങിയിട്ട് ഓരോരുത്തർ ഓരോ സ്ഥലത്ത് അവിടെ ഇങ്ങനെ കുത്തിരിക്കുന്നു. കണ്ടില്ലേ തല കറങ്ങിയിട്ട് ഫോൺ വരെ തെറിച്ച് വീണു. പിന്നെ നമ്മൾ കുടുബേബിനെ ആ സ്ലൈഡിൽ ഇരുത്തിയതാണ്, ജസ്റ്റ് ചെറിയ സ്ലൈഡാണ്, പക്ഷെ ഓള് പേടിച്ച് കരഞ്ഞു. അങ്ങനെ പിന്നെ ഓളെ എല്ലാ സമയത്തും എടുത്ത് നടക്കേനു നമ്മള്. പിന്നെ ഇവിടെയുള്ള സ്നോയില് സ്നോമാൻ ഉണ്ടാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടേനു. പിന്നെ ആ പണിക്ക് നിന്നില്ല. പിന്നെ എല്ലാവരും കൂടി എൻ്റെ മേത്ത് ഇപ്പോൾ സ്നോ വാരിയിടുന്നതാണ് നിങ്ങളിപ്പോൾ കണ്ടത്. പിന്നെ അവിടെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനം പറഞ്ഞാൽ ഈ ഒരു സാധനമാണ്. ഇതിൽ ഇരുന്നിട്ട് നമുക്ക് ഇങ്ങനെ സ്ലൈഡ് ചെയ്യാം, നല്ല രസേനു. എന്തായാലും ഞാനൊരു 5-6 പ്രാവശ്യം പോയിണ്ടാവും ഇതിൽ. പിന്നെ എന്താണ്ടില്ലേ രണ്ടാളും കൂടി ഒരുമിച്ച് സ്ലൈഡ് ചെയ്ത് വന്നതാണ്. ഇപ്പം മറിഞ്ഞിട്ട് വീണേനെല്ലാം കൂടി. പിന്നെ ഇപ്പം കുറച്ച് നമ്മൾ ഫ്രീസായി വരുന്നുണ്ട്. കണ്ടില്ലേ നമ്മളെ മൂക്കൊക്കെ ചോത്തിണ്ട്. അങ്ങനെ എല്ലാവർക്കും മതിയായി മനസ്സിലാക്കിയിട്ട് നമ്മൾ വേഗം അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴാണ് ഒരു സമാധാനമായി. ഇനി നമുക്ക് എന്തായാലും മണാലിയിലേക്ക് പോവാം. അപ്പൊ